ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. സൺഡേ ആണെങ്കിലും 5:45 തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. എന്തായാലും കുറച്ച് ആക്റ്റീവായി എനർജറ്റിക് ആയിട്ട് എഴുന്നേറ്റൊരു ദിവസമായിരുന്നു. നേരത്തെ തന്നെ കാര്യങ്ങളെല്ലാം സെറ്റായിട്ട് ചെയ്യണം അങ്ങനെയൊക്കെ വിചാരിച്ച് എഴുന്നേറ്റൊരു ഡേ ആയിരുന്നു കേട്ടോ. പിന്നെ അന്ന് അത്യാവശ്യം നല്ല പണിയുണ്ട്. അതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് നമ്മൾ ഫിഷൊക്കെ വാങ്ങാൻ പോയത്. അപ്പോൾ അങ്ങനെ ഫിഷ് വാങ്ങാൻ പോകുമ്പോഴത്തേനും കുറച്ച് അധികമായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ആ ഫിഷൊക്കെ കറി വെക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ രാവിലെ തന്നെ ബേസിക് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്കിൻ കെയർ രാവിലെ തന്നെ ചെയ്യാറുണ്ട് കേട്ടോ. സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്കിൻ കെയർ പ്രോഡക്ട്സ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ നമ്മൾ എന്തൊക്കെയാണ് ആദ്യം ചെയ്യുക? ആദ്യം ഫേസ് വാഷ് ചെയ്യും, പിന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും, പിന്നെ അതുപോലെ സൺസ്ക്രീൻ യൂസ് ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ചെയ്യണമെന്ന് മാക്സിമം ഞാൻ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. ഇതൊക്കെ കറക്റ്റായിട്ട് തന്നെ രാവിലെ ഇൻക്ലൂഡ് ആക്കാനും അതുപോലെ വൈകിട്ടൊക്കെ എടുക്കുമ്പോഴും ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടി നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഹിമാലയയുടെ നീമിൻ്റെ ഫേസ് വാഷാണ് കേട്ടോ. ആ ബോട്ടിൽ വരുന്നത് അത് നമുക്ക് സുഖമായിട്ട് പ്രസ് ചെയ്ത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടും പിന്നെ ആ പ്രോഡക്റ്റ് നല്ലതാണ്. ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ക്ലിനിക്കിൻ്റെ മോയ്സ്ചറൈസറാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അത് ആക്ച്വലി നല്ല എക്സ്പെൻസീവാണ്. അപ്പം നമുക്ക് ബ്രദർ പുറത്തുനിന്ന് വന്നപ്പോൾ കൊണ്ട് തന്നുകൊണ്ട് എന്നിൽ ഉള്ളത് കൊണ്ട് അത് യൂസ് ചെയ്യുന്ന കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും നോർമൽ ഇന്ത്യൻ ബ്രാൻഡ്സൊക്കെ തന്നെ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ഒരു സംഭവമാണ് വൈറ്റമിൻ സി സിറം. അപ്പോൾ ഇത് ഞാൻ മിനിമലിസ്റ്റിൻ്റെ വൈറ്റമിൻ സി സിറമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതുപോലെ ഒരു ബോട്ടിലാണ് കിട്ടുന്നത്. ഇങ്ങനെ ഡ്രോപ്സ് ആയിട്ട് നമ്മൾ എടുത്തിട്ട് നമ്മളുടെ മുഖത്ത് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കൊടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ആദ്യം മുഖം വാഷ് ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യും. പിന്നെ നമ്മുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. പിന്നെ സൺസ്ക്രീൻ മിക്കപ്പോഴും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, പുറത്ത് പോകുന്നില്ലെങ്കിൽ കൂടി. പ്രത്യേകിച്ച് നമ്മുടെ കിച്ചൻ്റെ സൈഡിലൊക്കെ നല്ല വെയിലടിക്കുമല്ലോ, വെയിലുള്ള ടൈമിലൊക്കെ. അപ്പോൾ അത് അപ്ലൈ ചെയ്യാൻ നോക്കാറുണ്ട്. പിന്നെ ഇതിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് ഹൈഡ്രാ സൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൺസ്ക്രീനാണ്. അത് എനിക്കൊരു ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്തതാണ് കേട്ടോ. പക്ഷെ അത് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് സ്കിൻ ഓയിലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അത് ഞാൻ തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ പിന്നെ ഷീൽഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മാറ്റ് ഫിനിഷിലുള്ള സൺസ്ക്രീൻ ഞാൻ വാങ്ങിച്ചിരുന്നു. അതെനിക്ക് നല്ല കംഫർട്ടബിൾ, നല്ല ഇഷ്ടമായി അത് യൂസ് ചെയ്തിട്ട്. നന്നായിട്ടിരിക്കുന്നുണ്ട് ഫേസ്. അപ്പോൾ അത് വാട്ടർ പ്രൂഫുമാണ്. അതും ഇച്ചിരി കോസ്റ്റ്ലിയാണ് കേട്ടോ. കമ്പാരിറ്റീവ്ലി റേറ്റ് ഇച്ചിരി കൂടുതലാണ്. പക്ഷെ എന്നാലും സൺസ്ക്രീനും അതൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പം മുഖം ഇങ്ങനെ ഓയിലി ആയിട്ട് ഇരിക്കുന്നതിനേക്കാളും എനിക്ക് കുറച്ച് കംഫർട്ടബിൾ, നല്ല വൃത്തിക്ക് ഇരിക്കുന്നതാണ്. അപ്പം അത് നോക്കി വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം സൺഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ധൃതി പിടിച്ച് കിച്ചണിലോട്ട് ഓടേണ്ട കാര്യമില്ല. അപ്പം ഞാൻ എന്തായാലും കുറച്ച് നേരം ഇരുന്ന് ഇപ്പോൾ രാവിലെ തന്നെ ചെയ്യുന്ന കാര്യമാണ്. 1-2 ഗ്ലാസ് വെള്ളം അത് ചെറിയ വാമായിട്ട് കുടിക്കാൻ വേണ്ടി നോക്കലുണ്ട്. സമയമൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തണുത്ത വെള്ളം കുടിക്കും കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് റേസിൻസ് അല്ലെങ്കിൽ സോക്ഡ് ആൽമണ്ട്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും റേസിൻസ് കഴിക്കും. നമ്മൾ പീരിയഡ്സിൻ്റെ ഒക്കെ ആ ഒരു ടൈമാണെങ്കിൽ റേസിൻസ് കഴിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. പിന്നെ ഞാൻ ഇരുന്നൊന്ന് അന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുകയാണ് കേട്ടോ. ഞാനപ്പം എൻ്റെ ടു ഡു ലിസ്റ്റ് എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം അന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് കുക്കിംഗ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് അന്ന് ഉണ്ടാക്കാൻ പോകുന്ന ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ അത് എഴുതി വെക്കും. വീക്ക് ഡേ ആണെങ്കിൽ ഞാൻ കിഡ്സ് ലഞ്ച് അതും കൂടി എഴുതി വെക്കും കേട്ടോ. അപ്പം കിഡ്സ് ലഞ്ച് മിക്കവാറും സെപ്പറേറ്റ് ആകും, ചോറല്ലായിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ക്ലീനിങ്ങിൽ അതിൽ മിക്കവാറും ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ലോണ്ട്രി, പിക്കപ്പ്, പിന്നെ അതുപോലെ നമ്മുടെ നോർമൽ സ്വീപ്പിംഗ്, മോപ്പിംഗ് അതെന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിനെക്കുറിച്ച്, പിന്നെ ഡീപ്പ് ക്ലീനിങ് ടാസ്ക് എന്താണെന്ന് വെച്ചാൽ അന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ചില സമയത്ത് ഡീപ്പ് ക്ലീനിങ് എന്താണെന്നൊന്നും എഴുതത്തില്ല കേട്ടോ. അപ്പം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യും, സമയത്തിനനുസരിച്ച് ചെയ്യും, അങ്ങനെയൊക്കെ. പിന്നെ അതുപോലെ യൂട്യൂബിൻ്റെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ മിക്കവാറും ഹോളിഡേയ്സിലൊന്നും തന്നെ ഞാൻ ചെയ്യാറില്ല. വീക്ക് ഡേയ്സിൽ നമ്മൾ ഫ്രീ ആവുന്ന സമയത്തൊക്കെയാണ് ചെയ്യുക. പിന്നെ എന്നാലും അന്നത്തെ ദിവസം എഡിറ്റ് ചെയ്യണം എന്നൊക്കെ ഒന്ന് പ്ലാനുണ്ട്.
പിന്നെ അതുപോലെ നമ്മൾ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വർക്കിങ്ങോ സ്റ്റഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത്, അതുപോലെ കുട്ടികളുടെ പഠിത്തത്തിൻ്റെ കാര്യങ്ങൾ, എക്സാമിൻ്റെയൊക്കെ ഒരു സമയമായിരുന്നപ്പോൾ അപ്പോൾ അത് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണമല്ലോ, അവരുടെ സ്റ്റഡീസ് കറക്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി ഇതെല്ലാം കൂടാതെ നമുക്ക് വേറെ ഷോപ്പിംഗ് ചെയ്യാനുണ്ടെങ്കിൽ അത്, പിന്നെ എന്തെങ്കിലും ബിൽസ് അടയ്ക്കാനുണ്ടെങ്കിൽ അത്. അപ്പോൾ അങ്ങനെ അന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ആ ടൈമിൽ എഴുതി വയ്ക്കുക. ഐഡിയലി ഇത് തലേദിവസം ചെയ്യുന്നവരാണെങ്കിൽ അതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. പിന്നെ എനിക്ക് ആ മോർണിംഗ് എഴുതുന്നതാണ് എനിക്കെന്തോ ഒരു കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യാറ്. പിന്നെ കുറേ മുന്നേ വരെ ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ പോലെ തുടങ്ങുമ്പോൾ എഴുതാറുണ്ടായിരുന്നു, അഫർമേഷൻസ് എഴുതാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് ഇതൊക്കെ സ്റ്റോപ്പായിരിക്കുകയാണ് കേട്ടോ. പയ്യെ അത് ആ ഒരു ഇതിലേക്കൊക്കെ വരണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ തൽക്കാലം ടു ഡു ലിസ്റ്റ് മാത്രം അങ്ങ് എഴുതി പോവാണ്. അതുപോലെ പ്ലാനേഴ്സോ അങ്ങനെ മന്ത്ലി പ്ലാനറോ ഒന്നും തന്നെ ചെയ്യാറില്ല. ഇപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് ആകെ ഒരു ക്ലീനിങ് ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് ഇനി പയ്യെ ബിൽഡപ്പ് ചെയ്ത് എടുക്കണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണതിന് മുന്നേ ഞാൻ വിചാരിച്ചു ഈ ക്ലീനിങ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വിടാം. ഈ റോബോനെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ക്ലീനിങ് അവിടെ അങ്ങ് നടന്നോളുമല്ലോ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പണി എന്ന് പറഞ്ഞാൽ ഈ വാക്യൂം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിൻ്റെ അകത്ത് ബിന്നില്ലേ, അപ്പോൾ ആ ഒരു കാര്യം ചെയ്യണം കേട്ടോ. ഇത് ഞാൻ ഡെയിലി എന്ന് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യണതിന് തൊട്ട് മുന്നേ ക്ലീൻ ചെയ്യും. ഒരു ദിവസം യൂസ് ചെയ്താൽ പിന്നെ നെക്സ്റ്റ് ഡേ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുന്നേട്ട് എന്തായാലും അതിൽ നിന്ന് ഡസ്റ്റും എല്ലാം റിമൂവ് ചെയ്യും കേട്ടോ. അപ്പോൾ മിക്കവാറും നല്ലപോലെ മുടിയുണ്ടാവും, ഡസ്റ്റ് ഉണ്ടാവും. പിന്നെ ഈ തുണികളുടെയും ബെഡിൻ്റെയും കേർട്ടൻ്റെയൊക്കെ ലിൻറ്റ് ഉണ്ടാവില്ലേ, അതെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ പല സാധനങ്ങളും കിട്ടും കേട്ടോ, കുഞ്ഞ് കളക്ട് ചെയ്തെടുക്കും. പിന്നെ മിഠായിയുടെ കവറ്, പിള്ളേർ താഴെയൊക്കെ കെടുപ്പുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ താഴെ കെടുപ്പുണ്ടെങ്കിൽ അതൊക്കെ കളക്ട് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ ആ മേലത്തെ ബിന്നിൽ നിന്ന് ഡസ്റ്റ് റിമൂവ് ചെയ്ത് എടുക്കുകയാണ്. ശരിക്കും ഒരു മാസ്ക് ഇട്ടിട്ട് തന്നെ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ശരിക്കും അത് നമ്മൾ ഉള്ളിലോട്ട് എടുക്കും. പിന്നെ ഇതിൻ്റെ താഴെ ഇതുപോലെ ഒരു റോളറുണ്ട്, ബ്രഷൊക്കെ ആയിട്ട്. അതിലും മുടിയൊക്കെ ചുറ്റി പിടിച്ചിട്ടുണ്ടാവും. അത് നമ്മൾ ചില സമയത്ത് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ എടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഞാനൊരു സിസേഴ്സ് യൂസ് ചെയ്ത് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യണം കേട്ടോ ചെയ്യുക. രാവിലെ കുറച്ച് നേരം മോൻ പഠിക്കാനിരിപ്പുണ്ട്. ഈ ഒരു ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുമ്പോഴത്തേനും നമ്മൾ കിച്ചണിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അവിടെ ഇരുന്ന് പഠിക്കുകയാണ്. പിന്നെ ഇഡ്ഡലി ആവുന്നുണ്ട്. ഇഡ്ഡലിയും ചമ്മന്തിയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ കുറച്ച് സാമ്പാറും ഉണ്ടായി, അപ്പം അതും കൂടി എടുക്കുകയാണ്. പിന്നെ ഞാൻ ലഞ്ചിൻ്റെ കാര്യങ്ങളും കൂടി പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ബീൻസ് അരിഞ്ഞെടുത്തു. അപ്പോൾ ബീൻസ് മെഴുക്കുവരട്ടി ആക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്, അതൊക്കെ കഴുകി എടുക്കണം. ആ സമയത്ത് നമ്മുടെ റോബോ ക്ലീനിങ് ഒക്കെ കാര്യമായി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിൽ നമുക്ക് വാക്യൂം ചെയ്യുന്നത് നല്ല പോലെ നടക്കും. ഇതിൻ്റെ മോപ്പിംഗ് എനിക്ക് അത്ര താല്പര്യമില്ല കേട്ടോ. കാര്യം നമുക്ക് നല്ല എഫേർട്ടുമാണ്, പിന്നെ അതുപോലെ നല്ല പോലെ ചാർജ് കൂടുതലെടുക്കും. പിന്നെ അതിൻ്റെ മോപ്പിംഗ് നമ്മൾ ചെയ്യുന്ന അത്ര നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഡസ്റ്റിങ്ങിന് തന്നെയാണ് കൂടുതലും എടുക്കാറ് കേട്ടോ. ഇനിയിപ്പോൾ മീൻ കറി ആക്കാനുണ്ട് കേട്ടോ. അപ്പം തിരുത ആണ് വാങ്ങിച്ചത്. അപ്പോൾ കുറച്ച് ഫ്രൈ ആക്കാനും വെച്ചിട്ടുണ്ട്, പിന്നെ ബാക്കി കറി വയ്ക്കണം. അപ്പോൾ കുറച്ചധികം ഫിഷ് ഉള്ളതുകൊണ്ട് വലിയൊരു ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി പറയാനാണെങ്കിൽ ഞാൻ യൂഷ്വലി ഈ ഒരു രീതിയിലൊക്കെ തന്നെയാണ് കേട്ടോ വെക്കാറ്. ഇതിപ്പോൾ തേങ്ങ അരച്ചാണ് വെക്കുന്നത്. അപ്പം എല്ലാ ഐറ്റംസും ഞാനൊരു പാത്രത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്, ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ തക്കാളി ഒരെണ്ണം ചേർക്കുന്നുണ്ട്, പച്ചമുളക്, വേപ്പില. അപ്പോൾ ആദ്യമേ കുറച്ച് ഉലുവ പൊട്ടിക്കും, എന്നിട്ട് അതിനകത്തോട്ട് ഉള്ളി ചേർക്കും. പിന്നെ നന്നായി വഴന്നു വരുമ്പോൾ ഇഞ്ചി ചതച്ചത് ചേർക്കും, പിന്നെ പച്ചമുളകും വേപ്പിലയും. അത് നന്നായിട്ട് വഴന്നു വരുമ്പോൾ തക്കാളിയും ചേർത്തതിന് ശേഷം മുളക് പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി അത് ചേർക്കും കേട്ടോ. പിന്നെ കാശ്മീരി മുളക് പൊടി കുറച്ച് ചേർക്കും, അത്ര നല്ല റെഡ് കളർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മൾ സാധാരണ മുളക് പൊടി തന്നെയാണ് കൂടുതലും ചേർക്കണത്. പിന്നെ ഈ പൊടികൾ എണ്ണയിൽ നല്ല പോലെ മുരിഞ്ഞ്, അതുപോലെ ഈ തക്കാളിയൊക്കെ നല്ല വെന്തുടഞ്ഞ് നല്ല എണ്ണയിൽ നല്ല വഴന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നതാണ് അതിൻ്റെ ഒരു പാകം.
അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തേങ്ങ നല്ല പോലെ അരച്ചെടുക്കുക. ഈ തേങ്ങ തന്നെ പൊടികളൊക്കെ അരച്ച് ആ ഒരു അരപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യാറ്. പിന്നെ ഇവിടെ കൊടംപുളി തന്നെയാണ് കേട്ടോ മീൻകറിക്ക് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇവിടെ നമ്മുടെ തറവാട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നാടൻ കൊടംപുളി ഉണ്ട്. നല്ല ടേസ്റ്റാണ് അത് വെച്ച് കറി ഉണ്ടാക്കിയാൽ. നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതൊക്കെ പല രീതിയിൽ ഉണ്ടാക്കുന്നതല്ലേ, ഇത് ശരിക്ക് ഒതൻറ്റിക്കായിട്ട് പുകച്ചുണ്ടാക്കുന്ന നല്ല അടിപൊളി കൊടംപുളിയാണ്. പിന്നെ പക്ഷെ മീൻകറി ഒരുപാട് ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ സൂപ്പറായിരിക്കും. നമ്മൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും, ഇടയ്ക്ക് പച്ചക്കറി അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ തേങ്ങയുടെ അരപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അരപ്പും ഒക്കെ വേണം, അധികം മീനുള്ളതുകൊണ്ടേ. അപ്പോൾ ഞാൻ എന്താ മിക്സിയുടെ ജാറിൽ ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഒന്ന് ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോറിന് കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ, ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട്. ചോറ് നേരത്തെ ഉണ്ടാക്കുന്ന പരിപാടിയൊന്നുമില്ല, കാരണം ചോറ് നല്ല ചൂടിന് തന്നെ ഇരിക്കണത് തന്നെയാണ് ഇഷ്ടം. പിന്നെ ഒരൊറ്റ മണിക്കൂർ കൊണ്ട്, ഒരു അരമുക്കാൽ മണിക്കൂർ കൊണ്ട് തന്നെ ചോറാവുമല്ലോ, 1 മണിക്കൂർ എടുക്കുമായിരിക്കും. അപ്പം എന്തായാലും അതും ആക്കുന്നുണ്ട്. പിന്നെ ബീൻസ് മെഴുക്ക് വരട്ടി, പിന്നെ ഈ ഫിഷ് ഒന്ന് ഫ്രൈയും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീനൊക്കെ കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായി. ഇനിയിപ്പോൾ ദാ മീൻ അരപ്പിലോട്ട് ഇടുകയാണ് കേട്ടോ. അപ്പം എനിക്ക് ഇത് കറക്റ്റായിട്ട് മുങ്ങി കെടുക്കുന്നില്ലല്ലോ, അങ്ങനെയൊക്കെ ഒരു ടെൻഷനായിരുന്നു. പക്ഷേ ലാസ്റ്റ് കറിയായി വന്നപ്പോൾ കുറച്ച് വെള്ളം കൂടുതലായിരുന്നു. അത്രയും ആവശ്യം ഉണ്ടായിരുന്നില്ല, കാരണം മീൻ വെന്ത് വരുമ്പോൾ എന്തായാലും നല്ലപോലെ ഒതുങ്ങുമല്ലോ. ഒരു പൊടിക്ക് വെള്ളം കൂടുതലായിരുന്നു, എന്നാലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് മെഴുക്ക് വരട്ടിയും കൂടി റെഡിയാക്കി എടുക്കണം. നമ്മൾ വേവിച്ച് വെച്ചിരുന്നല്ലോ, ആദ്യമേ ഞാനത് അരിഞ്ഞ് വേവിച്ച് വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഇനി അതൊന്ന് വഴറ്റിയൊക്കെ എടുക്കണം. അപ്പോൾ ഞാൻ കൂടുതലും സവാള തന്നെയാണ് കേട്ടോ എടുക്കാറ്. ഉള്ളി എടുക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ്, പക്ഷേ ഏറ്റവും എളുപ്പം നമുക്ക് സവാളയല്ലേ. ഉള്ളി പൊളിച്ചൊക്കെ കിട്ടാൻ കുറച്ച് പണിയായതുകൊണ്ട് സവാള തന്നെയാണ് എടുക്കാറ്. പിന്നെന്താ, അപ്പം ഞാൻ ഇടയ്ക്കിതാ നമ്മുടെ മീൻ ഒന്ന് നോക്കുകയാണ്, എല്ലാം ഒന്ന് മുങ്ങി ഉപ്പും പുളിയും ഒക്കെ കറക്റ്റല്ലേ എന്നൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ മെഴുക്ക് വരട്ടിയും കൂടി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പം ഫിഷ് ഫ്രൈ ആക്കാനുള്ളൂ. അപ്പോൾ നല്ല അടിപൊളി ലഞ്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ടു ഡു ലിസ്റ്റൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നും ചെക്ക് ചെയ്യാനൊന്നുമില്ല, കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ചെയ്തിട്ടുണ്ട്. പിന്നെ ലോണ്ട്രി ചെയ്തിട്ടുണ്ട്, പിക്കപ്പ് ചെയ്തു, സ്വീപ്പിംഗ് നമ്മുടെ റോബോ ചെയ്തു. പിന്നെ മോൻ്റെ പഠിത്തത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഏകദേശം രാവിലെ കുറച്ചൊക്കെ ചെയ്തു. അത്രയാണ് കേട്ടോ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ താഴോട്ടൊക്കെ നോക്കുക, ഒന്നും തന്നെ ആയിട്ടില്ല. ഇത്രയും കാര്യങ്ങളല്ലേ ആയുള്ളൂ. നമുക്ക് അത്യാവശ്യം കിച്ചണിൽ ജോലികൾ ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞാനിത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ ഈ ലിസ്റ്റ് ഉണ്ടാക്കിയത്. എന്തായാലും നല്ല പണിയുള്ള ദിവസമാണ്, പക്ഷെ നമുക്കൊന്ന് ഒരു ഐഡിയ കിട്ടുമല്ലോ എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടെന്ന്. അപ്പോൾ അതെന്തായാലും അവിടെ നിൽക്കട്ടെ, നമുക്ക് ബാക്കി ജോലികളിലേക്ക് വരാം. അപ്പോൾ കിച്ചൺ നോക്കുമ്പം അത്യാവശ്യം ഈ ക്ലീനിങ് ഒക്കെ ഉണ്ട്, ഈ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ടൈമർ വെച്ചു, ഒരു 1.5 മണിക്കൂറിൻ്റെ ഒരു ടൈമർ വെച്ചിട്ട് ബാക്കി പണികളും കൂടി തീർക്കുകയാണ് കേട്ടോ. ഇങ്ങനൊരു ടൈമർ വെക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഉഷാറ് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ പാത്രങ്ങൾ കഴുകിയെടുത്തു, കിച്ചൺ അത്യാവശ്യം ഒന്ന് ഒതുക്കിയിട്ടു. നമ്മുടെ പുതിയ അവൻ അവിടെ ഇരിപ്പുണ്ട്, ഞാൻ അത്യാവശ്യം യൂസ് ചെയ്യാറുണ്ട് കേട്ടോ, കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി, നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഫിഷ് ഫ്രൈ ആക്കി, പിന്നെ മെഴുക്ക് വരട്ടി, ചോറ്, അങ്ങനെ നല്ലൊരു അടിപൊളി ലഞ്ചും സെറ്റപ്പാക്കി. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ നമ്മളുടെ ഷോപ്പിംഗ് ലിസ്റ്റും ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ റിവിഷൻ ഞാൻ ടിക്ക് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് എങ്ങനെയും ടു ഡു ലിസ്റ്റിൽ കുറേ ഐറ്റംസ് ഒന്ന് ടിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഇനി കംപ്ലീറ്റ് ആവാത്തത് ഒന്ന് ടിക്ക് ക്രോസ് ഇടുകയാണ് കേട്ടോ. അതുപോലെ യൂട്യൂബിൻ്റെ എഡിറ്റ് അതൊന്നും നടന്നിട്ടില്ല. ഞാനൊരു തംബ്നെയിലെങ്കിലും ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായി, അപ്പോൾ അതൊന്നും ചെയ്തില്ല. അങ്ങനെ പിന്നെ മെയിൻ വാഷ് ബേസിൻ ക്ലീൻ ചെയ്യാനുണ്ടായി, അത് ഞാൻ ചെയ്തു കേട്ടോ. അത് പിന്നീടാണ് ടിക്ക് ചെയ്തത്. പിന്നെ ഡോർ മാറ്റ്സ് ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു, മിൽക്ക് പാലിൻ്റെ ബില്ല് കൊടുക്കാനുണ്ടായി, അപ്പോൾ അത് ഞാൻ ചെയ്തു. അത് അപ്പം തന്നെ ചെയ്താൽ ഒരു ടിക്ക് കൂടി വീഴുമല്ലോ.
അന്നത്തെ ദിവസം ഒരുപാട് കാര്യങ്ങൾക്കൊന്നും നിന്നില്ല, പ്രത്യേകിച്ച് സൺഡേ അല്ലേ, ഒന്ന് റിലാക്സായി ഇരിക്കാനൊക്കെയാണ് കേട്ടോ നോക്കിയത്. അപ്പോൾ പിന്നെ വൈകിട്ട് നമ്മളൊന്ന് പുറത്തിറങ്ങാമെന്ന് വെച്ചപ്പം എവിടെ പോകണമെന്ന് വിചാരിച്ചപ്പോൾ എനിക്കൊരു 30 മിനിറ്റ് വാക്കിങ് പെൻഡിങ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അത് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് നമുക്കൊരു ഔട്ടിങ് പോലെ പോവുകയാണെങ്കിൽ 30 മിനിറ്റ്സ് നമുക്ക് വാക്കിങ് നടക്കുകയും ചെയ്യും, പുറത്ത് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്ത് പോവാമല്ലോ. അപ്പം നമ്മൾ ഈ അംഗവും കാണാം താളി ഒടിക്കാമെന്ന് പറഞ്ഞ പോലെ ഔട്ടിങ്ങുമായി നമ്മുടെ നടത്തവും അത് ഇങ്ങനെ പാർക്ക് സൈഡൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് നടക്കാൻ പറ്റുന്ന. അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെ പോവാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ എന്തായാലും നല്ല ഒരു റിലാക്സിങ് ആയിട്ടുള്ളൊരു ഈവനിങ് ആയിരുന്നു. എൻ്റെ വർക്കൗട്ടല്ല, ഒരു 30 മിനിറ്റ് വാക്കിങ്ങും അതിൻ്റെ കൂടെ നടന്നു കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് റിലാക്സ് ചെയ്യാനും ഹാപ്പി ആവാനും ഫാമിലിയുടെ ഒപ്പം സ്പെൻഡ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു സമയം നമ്മൾ ഏതെങ്കിലും രീതിയിലൊക്കെ കണ്ടുപിടിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നമ്മുടെ വാക്കിങ്ങും നടക്കുന്നുണ്ട്. അപ്പം ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അത് നമ്മളെങ്ങനെ ചെയ്യാൻ പറ്റുന്ന എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ കാര്യങ്ങളും നടക്കണം, നമ്മുടെ ഫാമിലിയും ഹാപ്പി ആവണം അല്ലേ. എല്ലാം കൂടി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമ്മളും ഹാപ്പി ആവുക, നമ്മുടെ ഫാമിലിയും ഹാപ്പി ആവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.